ആണെങ്കിൽ 2 കൈ കൊണ്ടുണ്ട്. 2 ഗ്രോ ബാഗുണ്ട്. 2 ഗ്രോ ബാഗും ഉണ്ട്. 4 തൈ ഉണ്ടില്ലേ. ബാക്കി തൈ നമുക്ക് കൊച്ചി ചട്ടിയിലോട്ടാക്കാം. കൊച്ചി ചട്ടി വെച്ചിട്ടേ വളർത്തിയെടുക്കാം. അടുത്തത് അവിടെ ഇരുന്നോട്ട് ഇതിനകത്തൊന്നും ഉണ്ടോ. ഇനി വെള്ളം കൂടിപ്പോയില്ല കേട്ടോ. ഈ തൈ വളർത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, വെള്ളം ഒരു കാരണവശാലും കൂടിപ്പോരുത്. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വെയിൽ കൊള്ളണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ തണലത്തോട്ട് വെച്ചാൽ ഈ തൈ ഒന്നും പിടിച്ചു കിട്ടത്തില്ല, എല്ലാം അഴുകിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഈ വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കണം. കുറച്ച് അതിൽ അറിയാമല്ലോ, ഉണങ്ങുന്ന അനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിക്കണം. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് അത് വെയിലുള്ളിടത്ത് തന്നെ വെക്കണം. എന്ന് വെച്ച് കട്ട വെയിലത്തല്ല, വെളിച്ചം കിട്ടുന്നിടത്ത് കൊണ്ട് വെക്കണം. എങ്കിൽ മാത്രമേ നന്നായിട്ട് വളർന്നു കിട്ടൂ, അല്ലെങ്കിൽ അതങ്ങ് അഴുകിപ്പോവും. ഇപ്പം നമ്മളിപ്പോൾ ഗ്രോ ബാഗിൽ വെള്ളം കൊടുത്തിട്ടുണ്ടല്ലേ, അതുകൊണ്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പം നാളെ വെള്ളം ഒഴിക്കണമെന്നില്ല, കാരണം വൈകിട്ട് നമ്മൾ കയറുമ്പോൾ അറിയാം വെള്ളം വേണോ വേണ്ടതെന്നേ. അപ്പം നനവുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കണ്ട. നനവ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറേശ്ശെ കുടഞ്ഞാൽ മതി. ഇത് കിളിച്ചിട്ട് വേണം സെലറി ജ്യൂസ് ഉണ്ടാക്കി എനിക്ക് വാവച്ചിക്ക് ഒന്ന് കൊടുക്കാൻ. വേണ്ടേ വാവച്ചി? ഞാനൊന്ന് കുടിച്ചാലോ? എൻ്റെ തടിയൊക്കെ ഒരെണ്ണനെ കുറയും. അമ്മാതിരി ഒരു പണി കിട്ടിയിട്ടുണ്ട്. എല്ലാം ഞാൻ വഴിയെ പറയാമേ. ഓക്കെ. അല്ല നമ്മുടെ തൈയുടെ നടിയിലൊക്കെ